മറ്റൊരു പോരാട്ടത്തിന് സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെയും നാട്ടുകാരുടെയും ശ്രദ്ധ ഏപ്രിൽ 2ാം വാരം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആയിരിക്കുമെന്നത് തീർച്ച. ഗ്രൗണ്ട് സീറോ ഒരു ചെറിയ മാധ്യമ ഉദ്യമമാണെങ്കിൽ കൂടിയും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോരാട്ടം 2026 എന്ന ഈ പങ്ക്തിക്ക് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഇത് നിങ്ങൾ ഓരോരുത്തരെയും ആകർഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഇന്ന് തുടങ്ങി കേരളത്തിൽ അടുത്ത മന്ത്രിസഭാ രൂപീകരണം വരെ ഞങ്ങളുടെ ഈ പങ്ക്തി നിങ്ങളിലേക്കെത്തും. പിന്നാമ്പുറത്ത് ഒട്ടേറെ കാര്യങ്ങൾ നടക്കവേ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം എന്നതിൻ്റെ ഒരു ചെറിയ വിവരണത്തോടു കൂടി തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി വിവിധ ജില്ലകളിലൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ വർഷം അവസാനത്തോടെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നിവയുടെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി വിവിധ സീറ്റുകളിൽ ഏത് മുന്നണിക്കാണ് മുൻതൂക്കം നിലവിലുള്ളത് എന്ന് നമുക്ക് നോക്കിവരാം. അങ്ങനെ 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ 140 സീറ്റുകളിലെയും ഒരു വ്യക്തമായ ചിത്രം നൽകാനാകും എന്നാണ് കരുതുന്നത്. ഇത് തീരും മുറയ്ക്ക് വിവിധ മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പൂർണ്ണ രൂപവും നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ലഭ്യമാകുമ്പോൾ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയും തീക്ഷ്ണമായ മത്സരം നടക്കുമെന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ചുള്ള പൂർണ്ണ രൂപവും ജയപരാജയങ്ങൾ നിർണയിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ സൂക്ഷ്മമായി നമുക്ക് ഒരുമിച്ച് നോക്കിക്കാണാം. ഇതോടൊപ്പം തന്നെ വിവിധ പാർട്ടികളുടെ നേതാക്കളുമായിട്ടുള്ള പ്രത്യേക അഭിമുഖങ്ങളും പോരാട്ടത്തിന്റെ ഭാഗമായി സംപ്രേഷണം ചെയ്യുന്നതാണ്. ആദ്യമായി ഇന്ന് നോക്കാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ സ്ഥിതിവിവര കണക്കുകളാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവരോടും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. മേൽപ്പറഞ്ഞ എല്ലാ പങ്ക്തികളും നിങ്ങളിലേക്ക് കൃത്യമായി എത്താൻ വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം. കാസർഗോഡ് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടന്ന 5 മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു മഞ്ചേശ്വരം. മുസ്ലിം ലീഗിന്റെ നവാഗതനായ സ്ഥാനാർത്ഥി AKM അഷ്റഫാണ് ഇവിടെ നിന്നും ഒടുവിൽ വിജയിച്ചത്. കേരളമൊട്ടാകെ ശ്രദ്ധിച്ച ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ അന്ന് നടന്നത്. അഷ്റഫിന് 65,758 വോട്ടുകൾ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് വന്ന മുൻ BJP പ്രസിഡന്റ് K സുരേന്ദ്രന് ലഭിച്ചത് 65,013 വോട്ടുകളാണ്. അതായത് കേവലം 745 വോട്ടുകൾക്കാണ് അഷ്റഫ് വിജയം കണ്ടത്. ഇവിടെ LDFനെ പ്രതിനിധീകരിച്ച് രംഗത്തുണ്ടായിരുന്നത് CPMലെ VV രമേശനാണ്. രമേശന് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നപ്പോൾ ലഭിച്ചത് 40,639 വോട്ടുകളാണ്. മഞ്ചേശ്വരത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലങ്ങളായി മാറി വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇതിൽ പ്രത്യേകമായി നോക്കിക്കാണുന്നത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നേടിയ ലീഡാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിലെ തന്റെ 2ാം ഊഴം ഉറപ്പിക്കുമ്പോൾ 17,318 വോട്ടുകൾക്കാണ് ഇവിടെ നിന്നും മുന്നിട്ട് നിന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ ലീഡ് വീണ്ടും വർദ്ധിച്ചിട്ടുള്ളതായാണ് നമുക്ക് മുന്നിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിലെ വിവിധ ഘടകങ്ങൾ ചേർക്കുമ്പോൾ UDFന് മഞ്ചേശ്വരത്ത് നേടിക്കൊടുത്ത ലീഡ് 20,016 വോട്ടുകളാണ്. ഈ സാഹചര്യത്തിൽ UDF വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് നിലനിർത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. കാസർഗോഡ് മണ്ഡലം എടുത്താൽ ഇത്തരത്തിലുള്ള ട്രെൻഡ് അവിടെയും കാണാം. 2021 മുസ്ലിം ലീഗിന്റെ NA നെല്ലിക്കുന്നാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 12,901 വോട്ടുകൾക്കാണ് നെല്ലിക്കുന്ന് BJPയിലെ K ശ്രീകാന്തിനെ അക്കൊല്ലം തോൽപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് ഈ മണ്ഡലത്തിൽ നിന്ന് നേടാനായത് 26,375 വോട്ടുകളുടെ ലീഡാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFന് ഇതേ രീതിയിലുള്ള, അതായത് 26,403 വോട്ടുകളുടെ ലീഡ് നേടാനായി എന്നുള്ള വസ്തുതയും ശ്രദ്ധേയമാണ്. ഈ കണക്കുകൾ നമുക്ക് നൽകുന്ന സൂചന UDFന് കാസർഗോഡ് മണ്ഡലത്തിൽ മറ്റൊരു വലിയ വിജയം എന്നതാണ്. ഇനി ജില്ലയിലെ മറ്റൊരു സീറ്റായ ഉദുമയെക്കുറിച്ച്. ഉദുമയുടെ നിലവിലെ സ്ഥിതിഗതി നമുക്ക് പരിശോധിക്കാം. 2021 ഉദുമയിൽ നിന്ന് വിജയം കണ്ടത് CH കുഞ്ഞാമ്പുവാണ്. സീറ്റ് ഇടതുപക്ഷത്തിനു വേണ്ടി നിലനിർത്തുമ്പോൾ തന്റെ തൊട്ടടുത്ത എതിരാളിയേക്കാൾ 13,322 വോട്ടുകൾക്കാണ് കുഞ്ഞാമ്പു വെന്നിക്കൊടി പാറിച്ചത്.
മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളെപ്പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇവിടെ ഒന്നാമതായി എത്തിയത്. ഏതാണ്ട് 3000 വോട്ടുകൾക്ക്. ത്രിതല പഞ്ചായത്ത് തലത്തിലും UDF ആണ് മുന്നിട്ട് നിന്നത്, 685 എന്ന ചെറിയ ലീഡോടുകൂടി. ഈ കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഉദുമ മണ്ഡലത്തിൽ ഈ വരുന്ന ഏപ്രിലിൽ ഒരു ശക്തമായ മത്സരമുണ്ടാകും എന്നതാണ്. നിലവിലെ ട്രെൻഡ് അനുസരിച്ച് UDFന് മുൻതൂക്കമുണ്ടെങ്കിലും LDFനെ തീർത്തും എഴുതിത്തള്ളാൻ ആർക്കും സാധിക്കില്ല. ഏറെക്കാലമായി കാസർഗോഡ് ജില്ലയിൽ നിന്നും CPI വിജയം കാണുന്ന ഒരു അസംബ്ലി മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. 2021 മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ ചന്ദ്രശേഖരൻ ഈ സീറ്റ് നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയ 2000-ൽ പരം വോട്ടുകളുടെ ലീഡ് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്. ത്രിതല പഞ്ചായത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDFന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ് കാഞ്ഞങ്ങാട് നടന്നത്. ഈ ചന്ദ്രശേഖരൻ 2021 നേടിയ 27,000-ൽ പരം വോട്ടുകളുടെ ലീഡിനോട് അടുപ്പിച്ച് ഇവിടെ എത്തുവാൻ സാധിച്ചില്ല എങ്കിൽ കൂടിയും ഇവിടെ നേടിയ 10,915 വോട്ടുകളുടെ മുൻതൂക്കം LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം പകരുന്ന ഒന്നാണ്. ജില്ലയിലെ അവസാന മണ്ഡലമായ തൃക്കരിപ്പൂരിന്റെ കണക്കുകളിലും നമ്മൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ചാഞ്ചാട്ടം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. 2021 നിലവിലെ CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ തൃക്കരിപ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത് 26,000-ൽ പരം വോട്ടുകളുടെ ലീഡോടുകൂടിയാണ്. എന്നാൽ 2024 ഈ ഉറച്ച CPM കോട്ടയിൽ പോലും ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അട്ടിമറിയുണ്ടായി. 10,000-ൽ പരം വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിട്ട് നിന്നത്. പക്ഷേ വീണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രകടനം നിലനിർത്താൻ സാധിച്ചില്ല. ഇവിടെ LDFനായിരുന്നു 11,948 വോട്ടുകളുടെ ലീഡ് ലഭിച്ചത്. കാലാകാലങ്ങളായി LDF നിലനിർത്തുന്ന ഈ മണ്ഡലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നതും. ജില്ലയിലെ മൊത്തം കണക്കുകൾ പരിഗണിക്കുമ്പോൾ മറ്റൊരു അട്ടിമറിയും നടന്നില്ല എങ്കിൽ കാസർഗോഡ് ജില്ലയിലെ 5-ൽ 3 സീറ്റ് UDFനും മിച്ചമുള്ള 2 സീറ്റുകൾ LDFനും ലഭിക്കാനാണ് സാധ്യത. കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥിതിഗതികൾ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.